ലൂക്കോസിലെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 10-ാം വചനം മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു ശബത്ത് ദിവസത്തിൽ പള്ളിയിൽ ചെയ്യുന്ന ഒരു അത്ഭുതത്തെ കർത്താവ് അതിനകത്ത് എഴുതിയിരിക്കുന്നു. ലൂക്കോസിലെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 10-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഇതിനകത്ത് വ്യത്യസ്തമായ വിഷയത്തോടെ ആയിരിക്കാം ആലയത്തിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ മടങ്ങിപ്പോകുമ്പോൾ വിടുതലോടെ മടങ്ങിപ്പോകുമ്പോൾ സൗഖ്യത്തോടെ മടങ്ങിപ്പോകുമ്പോൾ സമാധാനത്തോടെ മടങ്ങിപ്പോകുമ്പോൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ വലിയൊരു ദൈവ പ്രവൃത്തി പ്രാപിച്ച് മടങ്ങിപ്പോകുക. ഞാൻ എൻ്റെ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ് മടങ്ങി. അങ്ങനെ യേശുവിനെ ഞാൻ കണ്ടു, യേശുവിനോട് ഞാൻ സംസാരിച്ചു, യേശു എന്നെ തൊട്ടു, യേശു എന്നെ വിടുവിച്ചു, ഞാൻ വന്നതുപോലെ അല്ല, തിരിച്ചു പോകുമ്പോൾ ഇതാ ഞാൻ വിടുതലോടെ പോകുന്നെന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള ഒരു അത്ഭുതം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ സ്വർഗം ഇന്ന് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. സ്വർഗം ഇന്ന് അതിശയം ചെയ്യും, സ്വർഗം ഇന്ന് അടയാളം ചെയ്യും. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടല്ലേ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 10-ാം വചനം മുതൽ വായിച്ചാട്ടെ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. യേശുക്രിസ്തു ഒരു ശബത്തിൽ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇന്ന് ഈ പള്ളിക്കകത്തും ഈ ആരാധന ഹാളിനകത്തും കടന്നു വന്നിരിക്കുന്ന നമ്മുടെ അടുക്കൽ ആ യേശു ഉണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഏക മനസ്സോടെ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പള്ളിക്കകത്ത് യേശു ഉണ്ട്. ഇരിക്കുന്ന നിങ്ങളുടെ അടുക്കൽ യേശു ഉണ്ട്. യേശു വന്നിട്ടുണ്ട് അത്ഭുതം ചെയ്യുവാൻ, അതിശയം ചെയ്യുവാൻ, ഭാരം മാറ്റുവാൻ, രോഗം മാറ്റുവാൻ, ദുഃഖം മാറ്റുവാൻ, കണ്ണുനീര് മാറ്റുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, ആ ജീവനെ പകരുവാൻ, ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവിന്റെ വിശുദ്ധ മണവാട്ടിയാക്കി മാറ്റുവാൻ, കർത്താവിന്റെ കൃപകളാൽ നിറയ്ക്കുവാൻ, വരങ്ങളാൽ നിറയ്ക്കുവാൻ, പുത്തൻ അഭിഷേകത്തിൽ നിറയ്ക്കുവാൻ കഴിവുള്ള യേശു ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. തിരിച്ചു പോകുന്നത് നമ്മൾ വന്നതുപോലെയല്ല, ശക്തി പ്രാപിച്ച് ബന്ധനങ്ങളെ കുടഞ്ഞു കളഞ്ഞു പോകും. ഞാൻ തിരിച്ചു പോകുമ്പോൾ ബന്ധനങ്ങളെ കുടഞ്ഞു കളഞ്ഞ് തിരിച്ചു പോകും. ഞാൻ തിരികെ പോകുമ്പോൾ ഭാരം മാറി തിരികെ പോകും. ഞാൻ തിരികെ പോകുമ്പോൾ വേദന മാറി തിരികെ പോകും. വന്നതുപോലെ പോകത്തില്ല. നോക്കിയേ, സ്വത്രം. യേശുക്രിസ്തു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചെടുത്ത വാക്യം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എത്ര വർഷം കൊണ്ട് കൂനി നടക്കുക? 18 വർഷം കൊണ്ട്. എന്നിട്ടും പള്ളി മുടങ്ങിയിട്ടില്ല. കണ്ടോ, 18 വർഷം കൊണ്ട് കൂനിയാണ് നടക്കുന്നത്. എന്നാൽ പള്ളി വിട്ടു വന്നിട്ടില്ല. കൂനുണ്ട്. പക്ഷെ കൂന് പള്ളി മുടങ്ങുവാൻ തടസ്സമായില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കമന്നായിരിക്കാം ഒരുപക്ഷെ നടക്കുന്നത്, നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, ബസ്സിൽ കയറാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം, നോക്കിയേ നടന്നു വരാനും ബുദ്ധിമുട്ടായിരിക്കാം, ആൾക്കാർ കൂടെ നിന്ന് നടന്നു വരാൻ പറ്റുകയല്ലായിരിക്കാം. അത്രയും വളരെ ഭാരത്തോടായിരിക്കാം ഈ കൂനുള്ള ആൾ ഒരുപക്ഷെ കടുത്തുമ്പോൾ തലയെല്ലാം മൊത്തം ഇങ്ങനെ ആയിരിക്കും ഇരിക്കും. നൂന്ന് നോക്കണമെങ്കിൽ പറ്റത്തില്ല. ഒരാളിനെ നൂന്ന് നോക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കൂനലെന്ന് പറയുന്നത്. അപ്പം ഈ കൂന് പിടിച്ച് 18 വർഷം ഈ കൂനും കൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് യേശു പിന്നിട്ടില്ല. പാട്ടുകാരൻ പാടി, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. ലാസറിനെ നോക്കുമ്പോൾ ലാസറിന് രോഗമുണ്ടായിരുന്നു. അയ്യോ, രോഗം വന്നതുകൊണ്ട് ഞാൻ യേശുവിനെ വിട്ടിട്ട് പോകുന്നു മുന്നിൽ പോയോ? ഇല്ല. ലാസർ മരണം വരെ യേശുവിനോടൊപ്പം ജീവിച്ചു. ഈ ഭൂമി വിട്ട് നേരെ ആരുടെ അടുത്ത് പോയി? പിതാവിൻ്റെ അടുത്ത്, കർത്താവിൻ്റെ അടുത്ത് പോയി, യേശുവിൻ്റെ അടുക്കൽ പോയി. അതുപോലെ ഈ കൂനുള്ള ആൾ, അയ്യോ എനിക്ക് കൂനാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് പള്ളി പോകുന്നില്ല, അല്ലെങ്കിൽ ഇനി കൂനെല്ലാം മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നു എന്നാണോ വേദന പറയുന്നില്ല. ആ സഹോദരി പള്ളിക്കകത്തുണ്ടായിരുന്നു. എത്ര വർഷമായി? 18 വർഷം കൊണ്ട് കൂന് നടക്കുക. കൂന് ആരാധനയ്ക്ക് തടസ്സമായിരുന്നില്ല. കൂന് സഭാരാധനയ്ക്ക് വരുന്ന തടസ്സമായിരുന്നില്ല. അമ്മേൻ 18 വർഷം കൊണ്ട് ആ സഹോദരി വിശ്വാസത്തോടെ പള്ളി വന്നുകൊണ്ടിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു സൗഖ്യം കിട്ടുമെന്ന് ഒരുപക്ഷെ ആ സഹോദരി ചിന്തിച്ചു കാണും. ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും, എൻ്റെ ഈ കൂനി ഇന്ന് സൗഖ്യമാകാൻ എന്ന് ചിന്തിച്ചു കാണും. എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ആ സഭയിലുള്ള ആൾക്കാർ പല വർഷങ്ങൾ കൊണ്ട് ആ സഹോദരി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും ചിന്തിച്ചില്ല ഈ സഹോദരി സൗഖ്യമാകുമെന്ന്. എന്നാൽ ആമേൻ, ആരും ചിന്തിക്കാത്ത വിഷയങ്ങളെ അത്ഭുതകരമായി നിർവഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം അന്ന് ആ പള്ളിക്കകത്ത് ഇറങ്ങി വന്നു. ചിന്തയ്ക്കപ്പുറമായി, വിചാരത്തിന്
അപ്പുറമായി അവരെ ആലോചനയ്ക്ക് അപ്പുറമായി സകല വാക്കുകൾക്കും പരിധികൾക്കും അപ്പുറമായി എൻ്റെ രാജാതിരാജാവ് അന്ന് അവിടെ പള്ളിക്കകത്ത് ഇറങ്ങി. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് വ്യത്യസ്തമായ രോഗത്തോടും ഭാരത്തോടും ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഇറങ്ങി വിടുവിക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ആമേൻ. അവസ്ഥ നോക്കാതെ, സാഹചര്യം നോക്കാതെ, സാധ്യത നോക്കാതെ, കണ്ണുനീര് കണ്ട് മനസ്സറിയുന്ന, വേദന കണ്ട് മനസ്സറിയുന്ന, ഭാരം കണ്ട് മനസ്സറിയുന്ന, അവസ്ഥ കണ്ട് മനസ്സറിയുന്ന ഓ സ്തോത്രം യേശു ക്രിസ്തു ഇന്ന് ഈ ആരാധന ഹാളിനകത്ത് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി അറിയാമോ? ചിലതിനെ തൊടാൻ, ചില കുരുടുകളെ നിവർത്താൻ, ചില കൂരുകളെ നിവർത്താൻ, ചില ബന്ധനങ്ങളെ അഴിക്കാൻ, ചില ചങ്ങലകളെ പൊട്ടിക്കാൻ, ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഉടയ്ക്കാൻ, ദുഷ്ടന്റെ പദ്ധതികളെ തകർക്കാൻ, ഓ ദൈവജനത്തെ ഒതുക്കി വെച്ചിരുന്ന സാത്താന്റെ പദ്ധതികളെ ഉടച്ചു മാറ്റി ആത്മാവിന്റെ ശക്തിയെ പകർന്ന് പുറത്തെടുക്കുവാൻ കഴിവുള്ള യേശു. അതെ 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 ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുക. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ആത്മാവിന്റെ കൃപ, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ കൃപ, ആത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അന്ന് അവിടെ വന്ന യേശു ഇന്ന് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. അന്ന് അവിടെ പ്രവർത്തിച്ച കർത്താവ് ഇന്ന് ഈ ഹാളിനകത്ത് പ്രവർത്തിക്കും. വ്യത്യസ്തമായ വിഷയത്തോടോ ആദിയോടും ഭാരത്തോടും വേദനയോടും കടന്നു വന്ന പൈതലെ അന്ന് ഓ നീ തകർന്നായിരിക്കും അന്ന് അവിടെ ആയിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ പകൽക്കാലം നിന്നെ വിടുവിച്ച് നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള രാജാതിരാജാവ് ഈ ആരാധനയ്ക്കകത്ത് വന്നിട്ടുണ്ട്. യേശു അത്ഭുത മന്ത്രി അത്രേ, യേശു വീരനാം ദൈവമത്രേ, യേശു നിത്യപിതാവത്രേ, യേശു സമാധാന പ്രഭു അത്രേ. അമ്മേൻ. ആ രാജാതിരാജാവ് ഇന്ന് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. ആ ക്രിസ്തു ഇന്ന് വിടുവിക്കുവാൻ മതിയായവനാണ്. ക്രിസ്തു ഇന്ന് ശക്തീകരിക്കാൻ മതിയായവനാണ്. ഇന്ന് ആ പ്രാർത്ഥനാ വിഷയത്തിന്, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയത്തിന് ഇന്നൊരു മറുപടി തരുവാൻ കഴിവുള്ള യേശു ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ചു, എന്നാൽ അതിന് മറുപടിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം മറുപടി തരുവാൻ ശക്തിയുള്ള യേശു ക്രിസ്തു എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായ വ്യക്തി. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായ ഓ ജീസസ് ആമേൻ. നമ്മെ ശക്തനാക്കുന്ന, എന്നെ ശക്തനാക്കുന്ന, നിങ്ങളെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഓ റകറസരദര ജൂഡമാന റിപാലദര റത്തോരദര ശകമാന ഓ ജനമാരാധിക്കട്ടെ. ആത്മാവിനാൽ നിറയുക, ദൈവശക്തിയാൽ നിറയുക, ധൈര്യത്തോടെ പറയുക, അന്ന് പ്രവർത്തിച്ച യേശു ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുവാൻ. ആമേൻ 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 ആമേൻ. ധൈര്യത്തോടെ പറ, അന്ന് അവിടെ പ്രവർത്തിച്ച, അന്ന് ആ സഭയ്ക്കകത്ത് ഇറങ്ങിയ, അന്ന് ആരാധനയ്ക്ക് ആലയത്തിനകത്ത് ഇറങ്ങിയ എൻ്റെ യേശു ക്രിസ്തു ഇന്ന് ഈ ആരാധന ആലയത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നെ തൊടാൻ, എന്നെ വിടുവിക്കുവാൻ, എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ, എൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ ഉടയ്ക്കാൻ, എൻ്റെ ജീവിതത്തിനകത്തുള്ള കെട്ടുകളെ പൊട്ടിക്കാൻ, എൻ്റെ ജീവിതത്തിനകത്തുള്ള ബന്ധനങ്ങളെ അഴിക്കാൻ. ഓ ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട്, എത്രയൊക്കെ സന്തോഷമുണ്ട്. പറഞ്ഞേ, എൻ്റെ ജീവിതത്തിനകത്ത് ശത്രു ഒതുക്കിയ സകല മണ്ഡലങ്ങളെ അഴിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് ആരാധന ആലയത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ യേശു ഇന്ന് എൻ്റെ കെട്ട് പൊട്ടിക്കും. പറഞ്ഞേ, ആ യേശു ക്രിസ്തു ഇന്ന് എൻ്റെ കെട്ടുകളെ പൊട്ടിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം തരും. പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകൾക്കും എൻ്റെ യേശു എനിക്കൊരു മാറ്റം തരും. പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത വിഷയത്തിനകത്തും എനിക്ക് എൻ്റെ ദൈവം ഒരു മാറ്റം തരും. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കൈകൾ സുരക്ഷിതനാം, യേശു മതിയായവൻ, എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ, യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി, തൻ ഹിതം മതി, നിത്യജീ ഓഹോ യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്, യേശു മതി. ഹല്ലേലൂയ. ആ യേശു ഇന്ന് ഈ പള്ളിക്കകത്ത് ഒന്നിപ്പുണ്ട്. അന്ന് ഇറങ്ങിയ യേശു, അന്ന് ആ പള്ളിക്കകത്ത് ഇറങ്ങിയ യേശു, അന്ന് എൻ്റെ കർത്താവ് പള്ളിക്കകത്ത് ഇറങ്ങിയപ്പോൾ 18 വർഷം കൊണ്ട് ആ കൂന് നിവരുവാൻ കഴിയാതെയുള്ള ആ സഹോദരി യേശു കണ്ടു. വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 13 മുതൽ ഒന്നുകൂടെ വായിച്ചു. നേരത്തെ വായിച്ച വാക്യം ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10-ാം വചനം മുതൽ വായിച്ചേ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു.
അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്. അപ്പോൾ രോഗത്തിൻ്റെ ആത്മാവാണ് ബാധിച്ചത്. ഒരു ആത്മാവ് ആ വ്യക്തിയെ ബാധിച്ചു. ഒരാത്മാവ് ആ വ്യക്തി എന്ത് ചെയ്തു? ബാധിച്ചു. ആത്മാവ് ബാധിച്ചാൽ, ആ ദുഷ്ടാത്മാവ് പോയാൽ ആൾ ഫ്രീയാകും. അപ്പോൾ ആളിനെ കൂനിടാനും ആർക്ക് പറ്റും? ദുഷ്ടൻ്റെ ആത്മാവിന് പറ്റും. എല്ലാ കൂനും രോഗമല്ല, എന്നാൽ ചില കൂന് രോഗമുണ്ട്, എന്നാൽ ചില കൂന് രോഗമല്ല. സ്വസ്ഥം. അത് ശാസിക്കേണ്ട കർത്താവ് ശാസിച്ചാൽ പിശാച് ഇളകിപ്പോയ കൂൻ എന്ത് ചെയ്യും? നിവരും. അന്ന് 18 വർഷം കൊണ്ട് കൂനി നിന്ന ആ സഹോദരിയെ യേശു എന്ത് ചെയ്തു? കണ്ടു. അന്ന് ആ സഹോദരി ദിവസമായിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ദിവസമാണ്. ഹല്ലേലൂയ. അന്ന് അവിടെ പ്രവർത്തിച്ച ദൈവം ഇന്ന് നമ്മളോടും ഇടപെട്ട് പ്രവർത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. വായിച്ചേ. ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കണ്ടോ, ഇത്രയും നിവരാൻ കഴിയില്ലെങ്കിലും ഈ സഹോദരി പള്ളി മുടങ്ങില്ല, ആരാധന മുടങ്ങില്ല, ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞില്ല. സ്തോത്രം. അടുത്ത വരി. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്. യേശു അവളെ കണ്ടു. 3 വർഷം കൊണ്ട് ഈ സഹോദരി പള്ളി വരികയല്ലേ. യേശു അവളെ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അടുക്കെ വിളിച്ചു. അടുക്കെ വിളിക്കുന്ന കർത്താവ് ഇന്ന് അടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ അടുത്ത് ചേർത്ത് വിളിച്ച് അമ്മയെക്കാൾ അധികമായി സ്നേഹിക്കുന്ന, അപ്പനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന, കൂട്ടുകാരൻ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന യേശു ആ സഹോദരിയെ അടുത്ത് വിളിച്ചതുപോലെ ഇന്ന് ഇതിനകത്ത് നീറുന്ന വിഷയത്തോടെ കടന്നു വന്ന മക്കളെ അടുത്ത് ചേർത്ത് വിളിച്ച് അണയ്ക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ, അയ്യോ എനിക്ക് തണുപ്പ് തരാൻ ആരുമില്ലല്ലോ, അയ്യോ എന്നെ ധൈര്യപ്പെടുത്താൻ സമാധാനം തരാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെട്ടായിരിക്കാം ഒരുപക്ഷേ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് അടുത്ത് വിളിച്ച് ആ ഭാരത്തെ എല്ലാം മാറ്റി ആശ്വാസം തരുന്ന യേശു കർത്താവ് ഇന്ന് ഈ ആരാധനാലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആര് മറന്നാലും മറക്കാത്ത യേശു, ആര് മാറ്റിവിട്ട കേസിനെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള യേശു, ആര് തള്ളിക്കളഞ്ഞ കേസിനെയും കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന, കയ്യിലെടുത്ത് തൊടുന്ന യേശു, തൊട്ട് പിടിവിക്കുക മാത്രമല്ല അവരെ ചേർത്ത് പിടിക്കുന്ന യേശു. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. തൊട്ട് സൗഖ്യമാക്കി പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുക മാത്രമല്ല, അവർ പോവുക മാത്രമല്ല, പിന്നെയോ സൗഖ്യമാകുക മാത്രമല്ല, യേശുവിൻ്റെ പിന്നാലെ അവരങ്ങ് സഞ്ചരിക്കുകയാണ്. നോക്കിയേ, ഇവിടെ 18 വർഷമായ സഹോദരിയെ യേശു അടുക്ക വിളിച്ചു. അവിടെ ആയിരക്കണക്കിന് ജനമുള്ള പള്ളിക്കകത്താണ് യേശു ഇത് ചെയ്തത്. നോക്കിയേ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാവരും അതിശയിക്കുക. ഈ യേശുവിന് എന്ത് പറ്റി? 18 വർഷം കൊണ്ട് കൂനിയായിട്ട് വന്ന് നടക്കുക. ഇവിടെ എത്രയോ ആരോഗ്യമുള്ളവരുണ്ട്, എത്രയോ കഴിവുള്ളവരുണ്ട്, എത്രയോ ബലമുള്ളവരുണ്ട്. അവരെ ഒന്നും വിളിക്കാതെ കൂനി നിൽക്കുന്ന ആളിനെ തന്നെ വിളിക്കുകയാണോ? ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥനയിൽ കൂനുള്ള, വിശ്വാസത്തിൽ കൂനുള്ള, വിശുദ്ധ ജീവിതത്തിൽ കൂനുള്ള, ആരാധന ജീവിതത്തിൽ കൂനുള്ള, ദൈവകൃപയിൽ മന്ദമായി നടക്കുന്ന വ്യക്തികളുടെ കൂനുകളെ നിവർത്താൻ പിശാചിന്റെ പിടിയിൽ കുടുംബ തലങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ശത്രുവിന്റെ കുടുംബത്തെ ഒതുക്കിയെങ്കിൽ ഇന്ന് ചില കൂനുകളെ ഉടയ്ക്കാൻ, അതെ അതെ, ഉടയ്ക്കാൻ കൂനുകളെ ഉടയ്ക്കാൻ, കുരുടുകളെ പൊട്ടിക്കാൻ, അന്ധകാര മണ്ഡലങ്ങളെ തച്ചുടയ്ക്കാൻ, പാരമ്പര്യ മുഖങ്ങളെ ഉടയ്ക്കാൻ കഴിവുള്ള യേശു ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചിലതെല്ലാം ഇന്ന് ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലുള്ള മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിനകത്ത് വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ദൂതന്മാരെ സ്വർഗം ഇറക്കി യേശുപ്പൻ ഇറങ്ങി നിന്ന് അവിടെ ചിലതിനെ പൊടിച്ച് മാറ്റി ആ കുടുംബങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീ വിശ്വസിച്ചാൽ, ഇന്ന് നീ ഇവിടെ ആരാധനയ്ക്കകത്ത് വിശ്വസിച്ചാൽ, നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ചില അടിത്തറകളെ, ചില പാരമ്പര്യത്തിന്റെ തായ്വേരുകളെ പൊട്ടിച്ചിട്ട് ഇന്ന് ആത്മാവ് നിന്റെ കുടുംബത്തിനകത്ത്. ആമേൻ, 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 ആമേൻ. അതെ 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 അതെ, നീ പ്രതീക്ഷിച്ച് കർത്താവ് ഇതുവരെയും ഒരു വിടുതലില്ലെന്ന് നീ പ്രതീക്ഷിച്ച ചില മണ്ഡലത്തിന്റെ നടുവിൽ സ്വർഗം ഇന്ന് പകൽക്കാലം ഈ വെള്ളിയാഴ്ച ദിവസം ഇറങ്ങി ചെന്ന് ചില കെട്ടുകളെ, കോട്ടകളെ പൊട്ടിച്ച് ആത്മാവിനാൽ നിറച്ച് പുറത്തെടുത്ത്, അതെ അതെ അതെ, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ചില മണ്ഡലങ്ങളുടെ നടുവിൽ മുന്നോട്ട് കഴിയാതെ നീ ഒതുക്കപ്പെട്ട വ്യക്തിയെ പോലെ ആമേൻ തകർന്നിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന യേശു ക്രിസ്തു രാജാതി രാജാവായി, കർത്താതി കർത്താവായി, അത്ഭുത മന്ത്രിയായി നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിനകത്ത് നിന്റെ വിഷയങ്ങൾക്കകത്ത് കഴിഞ്ഞ ചില വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എന്റെ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യുകയില്ലയോ? എന്റെ വിഷയം ഒന്ന് എടുക്കത്തില്ലയോ? ഞാൻ തന്ന അപേക്ഷ ഒന്ന് കയ്യിലെടുക്കത്തില്ലയോ? ആ
അപേക്ഷയ്ക്ക് ഒരു മറുപടി ഇല്ലയോ എന്ന് നീ തകർന്നിരിക്കുമ്പോൾ നിന്റെ വിഷയത്തെ കയ്യിലെടുത്ത് തീ 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 സ്വർഗീയ ശക്തി സ്വർഗീയ ശക്തി സ്വർഗീയ ശക്തി സ്വർഗീയ ശക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു, വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു, അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു, അതിശയം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഹോ അതെ 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ. അതെ 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 വിടുതലിന്റെ മഹാദൈവം, വിടുതലിന്റെ മഹാദൈവം, വിടുതലിന്റെ മഹാദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ്, അതിശയം പ്രവർത്തിക്കുന്ന കർത്താവ്, അടയാളം പ്രവർത്തിക്കുന്ന കർത്താവ്. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ, മാറില്ലവൻ എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ, കരുണയുള്ള എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ, കരുണയുള്ള എന്നെ. ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. ആ സഹോദരി എത്രയോ 18 വർഷം കൊണ്ടുള്ള വിഷയത്തെ എൻ്റെ യേശു അന്ന് കയ്യിലെടുത്തു. ആ വിഷയത്തെ, ആ ലിസ്റ്റിനെ, ആ പേപ്പറിനെ, ആ കൂനിനെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച്, ആയിരങ്ങളുടെ നടുവിൽ വെച്ച്, ആ പള്ളിക്കകത്ത് വെച്ച് യേശു ആ വിഷയത്തെ ഒന്ന് കയ്യിലെടുത്തു. ഇന്ന് ഇതിനകത്ത് കടന്നു വന്ന പൈതലെ നിന്റെ വിഷയത്തെ കയ്യിലെടുത്ത് നിന്റെ ആ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ വിഷയത്തെ വർഷങ്ങളായി നീ ഒരു ലെറ്റർ എഴുതി എന്റെ നാഥന് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ആ ലെറ്ററിനെ ഇന്നത്തെ പകൽക്കാലം കയ്യിലെടുത്ത് വായിച്ച് അതിന് ഉത്തരം തരാൻ ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ആമേൻ, ആമേൻ, ആമേൻ. ആ വിഷയത്തെ കയ്യിലെടുക്കുന്ന എൻ്റെ പ്രാണപ്രിയൻ, ആ വിഷയത്തിന് മറുപടി തരുന്ന എൻ്റെ പ്രാണപ്രിയൻ. ഓ തകർന്നിരിക്കുന്ന പൈതലേ, ഹൃദയം പൊട്ടിയിരിക്കുന്ന പൈതലേ, തീച്ചുളയുടെ നടുവിൽ നടക്കുന്ന പൈതലേ, നീ പല വ്യത്യസ്ത വിഷയത്തോടായിരിക്കാം ആ തീച്ചുളയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല, ഈ വെള്ളം നിന്നെ മൂക്കത്തില്ല, ഈ നദിയിൽ തകർന്ന് പോകത്തില്ല. ഇതിനകത്ത് നിന്റെ വിഷയത്തെ കയ്യിലെടുത്ത് സംസാരിക്കുന്ന, വിളിക്കുന്ന, പേര് വിളിക്കുന്ന, അടുത്ത് വിളിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഓ നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന, ഓ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. നിന്റെ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി വരാതിരിക്കത്തില്ല. ആ പ്രാർത്ഥനയുടെ വിഷയത്തെ എൻ്റെ പ്രാണപ്രിയൻ കയ്യിലെടുത്ത്, എൻ്റെ കർത്താവ് കയ്യിലെടുത്തിട്ട് നിന്നെ അടുത്ത് വിളിച്ചിട്ട് ചേർത്ത് വെച്ച് ആ വിഷയത്തിന്റെ മുടന്തിനെ നിവർത്തിച്ച് ജീസസ് ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തോടെ അയക്കുന്ന ഒരു ദൈവം. ഓ പ്രാർത്ഥനയിലുള്ള മുടന്തുകൾ ആമേൻ അഭിഷേകത്തിൽ നിറഞ്ഞ് മുന്നോട്ട് പോകണമെന്നുണ്ട് പറ്റുന്നില്ല. വചനം വായിക്കാൻ പറ്റുന്നില്ല, അകക്കണ്ണുകൾ തുറക്കുന്നില്ല, അന്യഭാഷയിൽ നിറയാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ല. ചിലതിന് വേണ്ടി നിനക്ക് ആഗ്രഹമുണ്ട്, ക്രിസ്തുവിനെ ഒരു തീ പന്തമായി മാറാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഏതൊക്കെ തടസ്സം നിന്നെ ഒതുക്കി വച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ചില മുടന്തിനെ പൊട്ടിക്കാൻ
ജീസസ് ജീസസ്. കൃപ 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 കൃപ. അന്യായ ബന്ധനങ്ങളെ ഉടക്കുന്ന ദൈവം, ദുഃഖങ്ങളെ ഉടക്കുന്ന ദൈവം, ശത്രുവിന്റെ പോരുകളെ ഉടക്കുന്ന ദൈവം. യേശുവിൻ നാമത്തിലുള്ള വിടുതൽ സംഭവിക്കുന്നു. ആമേൻ 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 ആമേൻ. യേശുവിൻ നാമത്തിലുള്ള വിടുതൽ സംഭവിക്കുന്നു. യേശുവിൻ നാമത്തിലുള്ള അത്ഭുതം സംഭവിക്കുന്നു. യേശുവിൻ നാമത്തിലുള്ള അടയാളം സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള വീര്യ പ്രവൃത്തി സംഭവിക്കുന്നു. സ്തോത്രം. നോക്കിയേ, 18 വർഷം കൊണ്ട് ഈ സഹോദരി പോവുകയാണ്. ആ സഹോദരിയുടെ രോഗത്തിൻ്റെ പിന്നിൽ ഒരു രോഗത്തിൻ്റെ ആത്മാവായിരുന്നു. പക്ഷേ അതിനെ കാണാനുള്ള കണ്ണ് അവിടെ പള്ളിക്കകത്ത് ഇറങ്ങി. ഇവിടെ ഭരിച്ച, ഇവിടെ ഒതുക്കി വെച്ചിരുന്ന ആ രോഗത്തിൻ്റെ ആത്മാവിനെ കാണാൻ കണ്ണു തുറന്ന യേശു ക്രിസ്തു ആ ആലയത്തിനകത്ത് ഇറങ്ങി ആ സഹോദരിയെ അടുക്ക വിളിക്കുകയാണ്. കർത്താവിനെ അറിയാം, ഇവളെ കൂനി വച്ചിരിക്കുന്നത് ഇവളുടെ ജീവിതത്തിനകത്തുള്ള ഒരു ബന്ധനമാണ്, ഒരു ദുഷ്ടാത്മാവാണ്. ഇവളെ തലയെ കുനിച്ചു വച്ചിരിക്കുന്നത് നിവരാൻ കഴിയുന്നില്ല. ഇന്ന് ഇതിനകത്തും അനേകരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് സംസാരിച്ച് സ്തോത്രം പറയാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ പറ്റാതെ നീ കമന്നല്ലേ ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ കെട്ടിനെ പൊട്ടിച്ച് നിവർത്തി കൂനിനെ മാത്രമല്ല തലയെ ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ, എവിടെ ഒരു അപകർഷതാ ബോധം, എവിടെ ഒരു ലജ്ജ, എവിടെ ഒരു ഭാരം, എവിടെ ഒരു ഭയം, എവിടെ ഒരു കുറ്റവാളിയെ പോലെ, കുറ്റം ചെയ്യാത്ത നീ ഒരു കുറ്റവാളിയെ പോലെ ചില മണ്ഡലങ്ങളുടെ നടുവിൽ, ബന്ധുക്കളുടെ നടുവിൽ, പ്രിയപ്പെട്ടവരുടെ നടുവിൽ തല കമഴ്ത്തി പിടിച്ചിരിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം നിന്നെ തല നിവർത്തി നീ ആരാധിക്കുന്ന ദൈവം സത്യ ദൈവമെന്ന് വിളിച്ചു പറയത്തക്ക നിലവാരത്തിൽ. ആമേൻ. അതെ 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 അതെ. ഈ തല കുനിച്ചു വച്ചിരിക്കുന്നത് ഏത് വിഷയത്തിന് വേണ്ടിയാണെങ്കിലും ഇന്നത്തെ പകൽക്കാലം ക്രിസ്തു പറയും, മക്കളെ, നിന്റെ കെട്ടുകളെ പൊട്ടിച്ചിട്ട് നിന്റെ തലയെ ഞാൻ നിവർത്തി നടക്കുമാറാക്കും. നിന്റെ തലയെ നിവർത്തി ഞാൻ എൻ്റെ മുൻപാകെ നടക്കുമാറാക്കും. ഞാൻ വെളിച്ചമായിരുന്നെങ്കിൽ വെളിച്ചമാകുന്ന എൻ്റെ വെളിച്ചത്തെ ഞാൻ നിന്റെ മേൽ പകർന്നിട്ട് ആമേൻ ഇരുട്ടിന്റെ നടുവിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വെളിച്ചമാക്കി ഞാൻ നിന്നെ അയക്കും. ആമേൻ. അതെ അതെ. ഇരുട്ടിനെ കീഴടക്കുന്ന ഒരു വെളിച്ചമായി നീ പുറത്തു വരാൻ സമയമായി. നീ പുറത്തു വരാൻ സമയമായി. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് നീ പുറത്തു വരാൻ ആഗ്രഹിച്ചെങ്കിലും ഒന്നിലൂടെ പുറത്തു വരാൻ കഴിയാതെ നീ ഒതുക്കപ്പെട്ട കൂട്ടിലടച്ചൊരു പക്ഷിയെ പോലെ ആയിരുന്നെങ്കിൽ ആ കൂടുകളെ പൊട്ടിച്ച് ആത്മാവിൽ നിന്റെ സ്വാതന്ത്ര്യത്തോടെ ജീസസ് മഹത്വം 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 മഹത്വം. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൈതലെ, നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭാഷകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിന് വരുവാനുള്ളതിന് ഉയരത്തിനോ ആഴത്തിനോ ഒരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ കഴിയില്ല. ജീസസ് കഴിയില്ല. ധൈര്യത്തോടെ പറ, നിന്നെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തം നീ അനുഗ്രഹിക്കപ്പെട്ട ആളാ. ആ സ്നേഹം മറ്റുള്ളവരുടെ മേൽ കൈമാറാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ ശ്രേഷ്ഠതയുള്ള ദൈവം ആരുള്ളൂ സ്നേഹിതരെ? നമ്മൾ ആരാധിക്കുന്ന കർത്താവിനെ പോലെ ശ്രേഷ്ഠതയുള്ള ദൈവം ആരുള്ളൂ? എല്ലാം ചെയ്യാൻ കഴിവുള്ള ആളാണ് ആര്? ദൈവം. എല്ലാം ചെയ്യാൻ കഴിവുള്ള ആളാണ്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിക്കുക മാത്രമല്ല, സകലതും ചെയ്യാൻ കഴിവുള്ള, ശരീരത്തോടെ ഇറങ്ങാൻ കഴിവുള്ള ആളാണ് ആര്? ശരീരം ഇല്ലാതെ ഇറങ്ങാൻ കഴിവുള്ള ആളാണ് ആര്? പറന്നു പോകാൻ കഴിവുള്ള ആളാണ് ആര്? വെള്ളത്തിന് പുറത്ത് നടക്കാൻ കഴിവുള്ള ആളാണ് ആര്? വെള്ളത്തിനകത്ത് ആഴത്തിൽ ഇറങ്ങി അവിടെയും നോക്കാൻ കഴിവുള്ള ആളാണ് ആര്? പാതാളത്തിനകത്ത് ഇറങ്ങാൻ കഴിവുള്ള ആളാണ് ആര്? ഉന്നതങ്ങളിൽ കയറാൻ കഴിവുള്ള ആളാണ് ആര്? ഇനി മുഴു ലോകത്തിൽ ഒരേ സമയം ഒരുപോലെ എല്ലാവരെയും കാണാൻ കഴിവുള്ള ആളാണ് ആര്? നമ്മുടെ കണ്ണിവിടം വരെയല്ലേ ഉള്ളൂ. ഈ ലോകത്തിൽ അനേകം ദൈവങ്ങളെന്ന് പറയുന്നവരുണ്ട്, അനേകരുണ്ട്. പക്ഷെ അവർക്കെല്ലാം അവരെ മുമ്പിലുള്ള ആളിനെ പോലും നേരെ ചൊവ്വ കാണാൻ. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന സർവ്വശക്തനാകുന്ന ദൈവത്തിന് മുമ്പിലുള്ള ആളിനെ മാത്രമല്ല, മുഴു ലോകത്തിൽ ഇരിക്കുന്ന ആളിനെ ഒരുപോലെ ഒരേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവം, ഇവിടെ നിൽക്കുന്ന ദൈവം ഇന്ന് അമേരിക്കയിൽ നിൽക്കുകയാണ്. മുഴു ലോകത്തിൽ എവിടെ നിൽക്കുന്ന എത്ര ജനമുണ്ടോ അത്രയും ജനങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിവുള്ള ആളാണ് ആര്? എല്ലാവരെയും ഒരുപോലെ പൊക്കിയെടുക്കാൻ കഴിവുള്ള ആളാണ് ആര്? വെള്ളത്തെ മൊത്തത്തിൽ പൊക്കിയെടുക്കാൻ കഴിവുള്ള ആളാണ് ആര്? ഇതുപോലൊരു ദൈവം വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ദൈവത്തിൻ്റെ മോളാണ് ഞാൻ നിങ്ങളൊന്ന് പറയാൻ. എന്തെന്ന് നോക്കിയേ, എത്ര ഭാഗ്യവാൻ ഞാൻ. ഹല്ലേലൂയ. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ മക്കളായത്.
അത് കൃപ. അതാണ് ഭാഗ്യം. കർത്താവിൻ്റെ മക്കളാകാൻ, മകളാകാൻ, മകനാകാൻ. ആരുടെ? സർവശക്തൻ്റെ മകനും മകളും ആകാൻ ലഭിച്ച ഭാഗ്യത്തിനപ്പുറം വേറെ എന്താ പ്രിയരെ ഭാഗ്യം? വേറെ ഒരു ഭാഗ്യവും ഇല്ല. അതിലപ്പുറം ഒരു ഭാഗ്യം ഇല്ല. നമ്മുടെ അപ്പൻ 5 വർഷം ഭരണം കഴിയുമ്പോൾ തൂക്കിയെടുത്ത് ഇറങ്ങിയില്ലെങ്കിൽ അടുത്ത് കസേര മാറ്റി ഇറക്കി വിടുമ്പോൾ ഇതാകുന്ന 5 വർഷം ഭരിക്കുന്ന ഒരു മന്ത്രി ഇപ്പോൾ ഇതാ നമുക്കറിയാം, പിണറായി സാർ ഇരിക്കുകയാണ്. പുള്ളി 5 വർഷം തികഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുള്ളൂ. കിടങ്ങട പുറത്തൊന്ന് പറയൂലേ? അതുവരെ സാറെന്നൊക്കെ വിളിച്ചെങ്കിലും പുറത്താക്കി അടുത്ത് ജയിച്ച ആളെന്ത് ചെയ്യും? ഇരിക്കൂലേ? അയാളുടെ മോളല്ല ഞാൻ. പിന്നെ എന്നും എന്നേക്കും രാജാതിരാജാവായി ആർക്കും പുറത്താക്കാൻ കഴിവില്ലാത്ത, ആർക്കും പുറത്താക്കാൻ പറ്റാത്ത, സർവ കൃപാലുമാകുന്ന, സകലത്തിന്റെ മേലും അധികാരമുള്ള, ഇന്ത്യയുടെ മേൽ മാത്രമല്ല, കേരളത്തിന്റെ മേൽ മാത്രമല്ല, മുഴു ലോകത്തിന്റെ മേലും അധികാരമുള്ള സർവശക്തനാകുന്ന ദൈവത്തിന്റെ മകളാണ് നമ്മളെന്ന് ഓർത്താൽ ഹല്ലേലൂയ. ആ കർത്താവ് വലിയവനത്രേ. ആ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. അങ്ങനെ 18 വർഷം കൊണ്ട് കൂനിയായ സഹോദരി യേശു പള്ളിക്കകത്ത് വന്നപ്പോൾ കണ്ടു. ഇന്ന് വ്യത്യസ്തമായ വിഷയത്തോടെ ഈ പള്ളിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഏത് പഴക്കം ചെന്ന വിഷയത്തെയും ഇന്ന് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സർവശക്തനാകുന്ന കർത്താവിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരെയും ഒരുപോലെ ആഴമറിയുന്ന, പ്രകൃതമറിയുന്ന, നമ്മുടെ ചിന്ത അറിയുന്ന, പുറം മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കാതെ അകത്തൊതുക്കി വെച്ച് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന, മനസ്സുകൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾ പോലും കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു, പ്രാർത്ഥിക്കാത്തതിനും മറുപടി തരുന്ന യേശു. പ്രാർത്ഥിച്ചില്ല, പറഞ്ഞില്ല, എന്നിട്ടും എൻ്റെ കർത്താവ് അതിനും നമുക്ക് ഉത്തരം തരുവാൻ, പ്രാർത്ഥിക്കാത്ത കാര്യവും തരുവാൻ ഇതിനകത്ത് യേശു വന്നിട്ടുണ്ട്. ആ സഹോദരി അവിടെ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടില്ല, പക്ഷേ യേശു അതൊന്നുമല്ല നോക്കി, അവളെ അടുത്ത് വിളിച്ചു. അടുത്ത വരി വായിച്ചേ. സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ്. സ്ത്രീയെ നിന്റെ രോഗബന്ധനം എന്താണെന്ന് വിളിച്ചേ? സ്ത്രീയെ നിന്റെ രോഗബന്ധനം എന്താണ്? നിന്റെ കൂനിന്റെ വിഷയം ഒരു ബന്ധനമാണ്. ആ രോഗത്തിന്റെ പിന്നിലുള്ള ബന്ധനം അടുത്ത അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അഴിഞ്ഞിരിക്കുന്നു അർത്ഥം എന്താ? കെട്ടപ്പെട്ടിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ ബന്ധനം കെട്ടിയിരുന്നു, കണ്ടോ? ബന്ധിച്ചിരുന്നു. ബന്ധിച്ചതിനെ യേശു അഴിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ബന്ധിച്ചതിനെ, ശത്രു ബന്ധിച്ചതിനെ യേശു അഴിച്ചു. യേശുവിന് ഒരുപാട് വർഷമൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ബന്ധിച്ചതിനെ ശത്രു ബന്ധിച്ചതിന് എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു അഴിച്ചു. ഇതിനകത്ത് ദുഷ്ടൻ ബന്ധിച്ച ചില മണ്ഡലങ്ങളെ ഇന്ന് അഴിച്ച് പൊട്ടിച്ച് വെളിയിൽ കൊണ്ടിരുന്ന കർത്താവ് ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഏത് ബന്ധനമായാലും നിന്റെ ആത്മീയ മണ്ഡലത്തിനകത്ത് അകക്കണ്ണുകൾ തുറക്കപ്പെടാതെ കഴിഞ്ഞ നാളുകൾ നീ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ, ഇന്ന് ഏതെങ്കിലും അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടെങ്കിൽ, അവിടെയും ശാരീരമായി രോഗമിട്ട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും ചില കൂനുകളെയും പൊട്ടിച്ച് നിവർത്തുന്ന കർത്താവ് ഇന്ന് ആലയത്തിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു അവളെ അടുക്കൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. എന്ന് പറഞ്ഞ് അവളുടെ മേൽ എന്ത് ചെയ്തു? കൈ വച്ചു. ഒന്ന് കൈ വെക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അല്ലേ? അഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ സംഭവം എന്ത് ചെയ്തു? തൊട്ട് മുമ്പൊന്നുകൂടെ വായിച്ചേ. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ മക്കളെ ആരടുക്കെ വിളിക്കുക? അഗ്നിപ്രഭാഷണത്തിന്റെ മലയുടെ മുകളിൽ ഇരുന്ന് സംസാരിച്ച് ആ സ്നേഹനദിയാകുന്ന യേശു അടുത്ത് വിളിച്ച് നിർത്തിയിരിക്കുക. നിങ്ങൾ കാണുന്നുണ്ടോ യേശുവിനെ? മറ്റാരെക്കാളും നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അടുത്തറിയുന്നു, നമ്മൾ പറയും നമ്മളെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ. ഇല്ല, യേശുവാണ് നമ്മൾ അടുത്തറിയുന്നത്. നമ്മളെ മുഴുവൻ ഹൃദയത്തെയും നമ്മളെ ഉള്ളതുപോലെ സകലതും അറിയുന്നൊരു കർത്താവാണ് യേശു ക്രിസ്തു. ആ കർത്താവ് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൾ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് ഈ സഹോദരി എന്ത് ചെയ്തു? അവളുടെ ആ വിഷയവുമായി അതുവരെ അവൾ പള്ളി വന്നെങ്കിലും എൻ്റെ ദൈവം അന്നത്തെ ദിവസം അവളുടെ വിഷയത്തിനൊരു മറുപടി കൊടുത്തു. ജനക്കൂട്ടം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ രാജാവ് അങ്ങോട്ട് ഇറങ്ങുകയാണ്. യേശുവിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ മേലും അധികാരമുണ്ട്. യേശുവിന് ഒരുപാട് പ്രാവശ്യം വാക്ക് പറയേണ്ട കാര്യമില്ല. ഒറ്റ പ്രാവശ്യം ഒരു വാക്ക് പറഞ്ഞാൽ മതി, നോക്കിയാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് വിചാരിച്ചാൽ മതി, അത്ഭുത സൗഖ്യമുണ്ട്. നോക്കിയേ, യേശു കർത്താവിൻ്റെ അടുക്കൽ ആ സഹോദരി വന്ന് അടുത്ത ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 12ാം വാക്യം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. കണ്ടോ? ബന്ധനം അഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ
പിന്നെ കൈവയ്ക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ കൈവച്ചു. അപ്പോൾ ഒരു ആശ്വാസം കൂടെ സഹോദരിക്ക് ഇറങ്ങിയില്ലേ? ചിലർ കണ്ടിട്ടില്ലേ, വേദനയോടെ വരുന്നവരെ പ്രാർത്ഥിച്ചിട്ട് ചിലരെങ്ങനെ ചേർത്ത് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? കാരണം എന്താ? അവിടെ വിടുതൽ നടന്നു, ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വാസത്തോടെ എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് ആർക്കേ പറ്റൂ? യേശുവിനെ പറ്റൂ. ഹല്ലേലൂയ. ഇവിടെ അങ്ങ് ചേർത്ത് പിടിച്ചു, ഇവിടെ അങ്ങ് തൊട്ടു. ആരും തൊടാത്തതിനെ തൊടുന്ന കർത്താവ് യേശു അവളെ തൊട്ടു. അടുത്ത വരി, യേശു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ക്ഷണത്തിൽ കണ്ടോ? ഒരുപാട് പ്രാവശ്യമൊന്നും യേശുവിന് പറയണ്ട, ഒരുപാട് വർഷം പറയണ്ട. യേശു നമ്മുടെ വിഷയങ്ങളെ കയ്യിലെടുത്ത സ്പോട്ട് ടൈമിൽ വിടുതൽ. ഹല്ലേലൂയ. യേശുവിന് ഒരുപാട് കാലങ്ങളൊന്നും വേണ്ട, ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട. തൊട്ടാൽ അപ്പോൾ വിടുതൽ. ആ സഹോദരി തൊട്ടു, ആ സഹോദരിയോട് പറഞ്ഞു, അപ്പോൾ ആ സഹോദരി സൗഖ്യമായി. 10,000 അതിശയിച്ചു. അയ്യോ, 18 വർഷം കൊണ്ട് ഇവൾ രോഗത്തോടെ ആണല്ല വന്നത്. പക്ഷേ ഇന്ന് അവൾ വിചാരിച്ചതുപോലെയല്ല, എല്ലാവരും പോലെ തുള്ളി ചാടി ആനന്ദത്തോടെ ആമേ മതി മറന്ന് അപ്പനെ സ്തുതിച്ച് നൃത്തം ചെയ്ത് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, നീ ഇന്ന് തിരിച്ചു പോകുമ്പോൾ ദൈവകൃപയിൽ ജ്വലിച്ച് ആത്മാവിൽ നിറഞ്ഞ് എവിടെയെല്ലാമാണോ നീ കൂനിയത്, ഏതൊക്കെ പാപത്തിലാണോ നീ കൂനിയത്, ഇന്ന് ആ പാപത്തിന്റെ ശക്തികളെ കെട്ടുകളെ പൊട്ടിച്ച് ആ രക്തം കൊണ്ട് കഴുകി ആ കൂനുകളെ നിവർത്തി അഭിഷേക തൈലം നയിക്കാൻ കഴിവുള്ള യേശു ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. എവിടെയൊക്കെയാണോ മന്ദമായ അവസ്ഥ, എവിടെയൊക്കെയാണോ അകങ്കണ്ണ് തുറക്കാത്ത അവസ്ഥ, എവിടെയൊക്കെയാണോ ആത്മീക വചനങ്ങളെ അതിന്റെ സത്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയാത്ത അവസ്ഥ, എവിടെയൊക്കെയാണോ പാപത്തെ ജയിക്കാൻ പറ്റാത്ത കൂനുകൾ, ഇന്ന് പകൽക്കാലം അതിനെ ചികിത്സിക്കുന്ന യേശു നിന്നെ അടുക്കെ വിളിച്ച് തൊട്ട് കൂനിനെ പൊട്ടിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ ഒരു കൂട്ടം പേർ സൗഖ്യത്തിനെതിരെ നിന്നു. അടുത്ത വരി. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങൾ ഓരോരുത്തൻ ശബ്ബത്തിൽ തന്റെ കാളയോ. യേശു വിളിച്ച പേരെന്താ? പള്ളി വരുന്നെങ്കിൽ നിന്റെ ഭക്തി അളക്കാനും നോക്കാനുമാണ് നീ. പരീക്ഷന്മാരെ വിളിച്ച് പറഞ്ഞതാ, അളക്കാനും നോക്കാനുമാണ് നീ വരുന്നത്. കണ്ടോ, ഒന്നുകൂടെ വായിച്ചേ വരി. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്. അടുത്ത വരി. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഇന്ന് ആ മഹിമ ഈ പള്ളിക്കകത്ത് എല്ലാവരുടെ മേലും പകരാൻ പോകുക. കർത്താവിന്റെ കൃപ പകരാൻ പോകുക. കർത്താവിന്റെ ശക്തി പകരാൻ പോകുക. കർത്താവ് സൗഖ്യമാക്കുന്ന ആളാണ്. കർത്താവ് വിടുവിക്കുന്ന ആളാണ്. കർത്താവ് ചേർത്ത് പിടിക്കുന്ന ആളാണ്. പാപത്തെ ക്ഷമിക്കുന്ന ആളാണ്. 13-1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 13-1 മുതൽ വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 13-1 മുതൽ വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് എല്ലാ ആവശ്യമാണ്. ഒപ്പം എന്തും വേണം? മാനസാന്തരം. മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെട്ടോളണം, കുറവുകളെ ഉണർന്നോളണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കുറവുണ്ടെങ്കിലും യേശുവിനോട് പറഞ്ഞ യേശു എന്ത് ചെയ്യും? ക്ഷമിക്കും. ആ രക്തത്താൽ കഴുകി ഏത് വ്യക്തിയുടെ ഏത് കഠിനമായ പാവമായിരുന്നാലും ആരും ക്ഷമിക്കും. യേശു ക്ഷമിക്കുവാൻ മതിയായവനാണ്. ഒന്നുകൂടെ ഇപ്പൊ വായിച്ച വരി. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പൊടി പറ്റൂലേ നമ്മളെ ഡ്രസ്സിൽ? സ്വത്രം പറ്റാറുണ്ട്. അത് തിരിച്ചു വന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കഴുകുമ്പോൾ ആ പൊടി പോകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അകത്തും പുറത്തും ഒക്കെ പൊടി പറ്റും. അഴുക്ക്, പാവം, ജീവിതത്തിൽ ചിന്തയിൽ വിചാരത്തിലൊക്കെ കുറവുകൾ സംഭവിക്കാം. രക്ഷിക്കപ്പെട്ട ആളായാലും മാനസാന്തരപ്പെട്ട ആളായാലും സ്നാനപ്പെട്ട ആളായാലും അഭിഷേകത്തിൽ നിറഞ്ഞ ആളായാലും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലെല്ലാം കുറവുകളൊക്കെ സംഭവിക്കാം. ഈ സംഭവിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മാറിയിരിക്കില്ല. പിന്നെയോ കുറവുകളെ
ഏറ്റു പറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വരി. അല്ല, ഷീലോഹാമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ. ഇതിനേക്കാൾ നല്ല ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നശിച്ചു പോയത് ഇതിനൊക്കെ ഏറ്റവും ഭാവിയായോണ്ടല്ല, മാനസാന്തരപ്പെടാൻ. അടുത്ത വരി. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെട്ടേ തീരുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. മാനസാന്തരപ്പെട്ടേ തീരൂ. പാപത്തിന്റെ എല്ലാ വഴികളും നമ്മൾ ഉപേക്ഷിച്ചേ തീരൂ. അതിനെ നമുക്ക് വേണ്ട. അത് വേണ്ട എന്ന് പറയുക മാത്രമല്ല, അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എനിക്ക് നേരെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കർത്താവേ എന്നെ ഒന്ന് തുടരണമേ എന്ന് പറയുമ്പോൾ അപ്പൻ്റെ ശക്തി നമ്മുടെ മേൽ എന്ത് ചെയ്യും? പകരും. ആ ശക്തി പകർന്നാൽ നമ്മുടെ പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടുക മാത്രമല്ല, വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ തക്കതായ കൃപ ദൈവം നമുക്ക് തരും. അതിലൂടെ നമ്മൾ വലിയ വിടുതലുകൾ എന്ത് ചെയ്യും? പ്രാപിക്കും. അടുത്ത വാക്യം വായിച്ചേ. അവൻ ഈ ഉപമയും പറഞ്ഞു. അടുത്ത വരി. ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. കണ്ടോ, ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അപ്പോ അത്തിവൃക്ഷം നട്ടിരിക്കുകയാണ്. അർത്ഥം നമ്മൾ ഓരോരുത്തരും നട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നട്ടിരിക്കുകയാണ് നമ്മൾ. എന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നട്ടിരിക്കുകയാണ്. അടുത്ത വരി. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. കണ്ടില്ല താനും. അവൻ തിരഞ്ഞാണ് വന്നത്? ഫലം തിരഞ്ഞാണ് വന്നത്, കണ്ടില്ല താനും. അടുത്ത് അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അടുത്ത് അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അത് എന്തിനാണ് ഈ നിലത്തെ നിഷ്ഫലമാക്കുന്നത്? വെട്ടിക്കളക. ഇത്രയും നാളെ നോക്കിയിട്ട് ഇതെന്ത് ചെയ്യുന്നില്ല? കായ്ക്കുന്നില്ലല്ലോ, വെട്ടിക്കളക. അതിന് അവൻ, കർത്താവേ ഞാൻ അതിനെ ചുറ്റും കിളച്ച്, ഞാൻ അതിനെ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാം? കിളയ്ക്കാം. ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഈ ആണ്ടും കൂടെ, ഒരു വർഷം കൂടെ. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകാൻ കാരണം എന്തെന്നറിയാമോ? കർത്താവ് വളമിട്ടോണ്ടിരിക്കുക, കിളച്ചോണ്ടിരിക്കുകയാണ്. അല്ല, നമ്മുടെ പാട്ടുകാരൻ പാടി, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം, ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം. ഹല്ലേലൂയ. നമ്മൾ ഇതുവരെ എത്തുവാൻ നമ്മുടെ കഴിവോ മിടുക്കോ പഠിപ്പോ ഒന്നുമല്ല. പിന്നെ നമുക്കവിടെ കിളച്ചോണ്ടിരിക്കുക, വളമിട്ടോണ്ടിരിക്കുക. ആര് മധ്യസ്ഥ ചെയ്തോണ്ടിരിക്കുക? യേശു ക്രിസ്തു മധ്യസ്ഥ ചെയ്തോണ്ടിരിക്കുക. ആ ശാലിനി 1 വർഷം കൂടെ നിൽക്കിയിട്ട്, കർത്താവേ ദൈവമേ തൊടല്ലേ, ആ ഇന്ന ആളുണ്ടല്ലോ തൊടല്ലേ, ആ പാവം ചെയ്ത് ക്ഷമിക്കണേ. ആര് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക? ആര് മധ്യസ്ഥ ചെയ്തോണ്ടിരിക്കുക? നമുക്ക് വേണ്ടി യേശു ക്രിസ്തു. അല്ല, കർത്താവ് കാണാത്തോണ്ടൊന്നും അല്ല. നമ്മളെ കർത്താവ് വിട്ടിരിക്കും. ഓരോ സമയം നമ്മുടെ അടുത്ത് വരുമ്പോഴും ഒരു ഫലവുമില്ല. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 12, 13, 14 വാക്യം വായിച്ചേ. 11-ാം അധ്യായം മർക്കോസ് 11-ന്റെ 12, 13, 14 വാക്യം വായിച്ചേ. പിറ്റന്നാൾ അവർ ബേഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വച്ച് ചെന്നു. കണ്ടോ, യേശു അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം തേടിയാണ് വന്നത്. കണ്ടു കിട്ടുമോ എന്ന് വച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. നമ്മളെ നോക്കുമ്പോൾ ഇല മാത്രം കാണുമോ അതോ ഫലം കാണുമോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എന്നെ നട്ടിരിക്കുകയാണ്. എന്നെ ആര് നട്ടിരിക്കുകയാണ്? എന്നെ പാവത്തിൽ കിടന്ന, ശാപത്തിൽ കിടന്ന, ബന്ധനത്തിൽ കിടന്ന, അന്ധകാരത്തിൽ കിടന്ന എന്നെ യേശുപ്പച്ചൻ എടുത്ത് നട്ടിരിക്കുക ക്രിസ്തുവിൻ്റെ തോട്ടത്തിൽ. ഓ, എന്തിനു വേണ്ടി? ഫലം കാക്കാൻ. എന്തോന്ന് ഫലം? ഏത് ഫലം? ക്രിസ്തുവിൻ്റെ ഫലം. ഏത് ഫലം? യേശുവിനുള്ള സ്വഭാവം എന്നിൽ വരാൻ വേണ്ടി, എന്നെ യേശുവിനുള്ള കൃപ വരാൻ വേണ്ടി, യേശുവിൻ്റെ താഴ്മ വരാൻ വേണ്ടി, യേശുവിൻ്റെ വിനയം വരാൻ വേണ്ടി, ആ എൻ്റെ പന്ന സ്വഭാവങ്ങളെല്ലാം ഉടഞ്ഞ് ക്രിസ്തുവിൻ്റെ നല്ല സ്വഭാവം എന്നിൽ വരാൻ വേണ്ടി എൻ്റെ ക്രിസ്തു യേശു എന്നെ എടുത്ത് ആ ചരികത്ത് നട്ടിരിക്കുകയാണ്. കണ്ടോ, തക്ക കാലത്ത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ് നട്ടിരിക്കുന്നത്. പക്ഷേ സംഭവത്തിനകത്ത് ഇല മാത്രമേ ഉള്ളൂ. അടുത്ത വരി വായിച്ചേ.
അത് അത്തിപ്പഴത്തിന്റെ കാലമല്ല അഞ്ഞോ. കണ്ടോ, നമുക്കപ്പോൾ അറിയാം മാങ്ങ ഉണ്ടാകാൻ അതിനൊരു സമയമുണ്ടല്ലേ, ചക്കയ്ക്ക് ഒരു സമയമുണ്ടല്ലേ, ഓരോ ഫലത്തിനും ഓരോ സമയങ്ങളുണ്ടല്ലേ, ഓരോ സീസണുണ്ട്. ആ സീസണിൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, കായ്ക്കുള്ളൂ. അതത് സീസണിൽ അതത് ഫലങ്ങൾ എന്ത് ചെയ്യും, കിട്ടും. അതത് സീസണിൽ ഫലം കിട്ടും. പക്ഷേ ഇവിടെ വന്നത് അത്തിയുടെ ഫലം കിട്ടുന്ന സമയത്തല്ല. പിന്നെ കർത്താവിനോട് ചോദിച്ച, കർത്താവേ അങ്ങേക്ക് അറിയാമല്ലോ അപ്പാ, ഇന്ന മാസമാണ് ഞങ്ങൾ അത്തിയാകുന്ന ഞങ്ങൾ ഫലം കായ്ക്കുന്നത്. പക്ഷേ അങ്ങ് വന്നത് ഫലമില്ലാത്ത ഫലം ഉണ്ടാകേണ്ട സമയത്തല്ല വന്നത്. അങ്ങ് ഇപ്പോൾ വന്നാൽ ഞാൻ എങ്ങനെ ഫലം തരും എന്ന് ചോദിച്ചു കാണുമല്ലേ, ചോദിക്കുകയാണല്ലേ കർത്താവ്. ഈ പ്രാവശ്യം ഇപ്പോഴും നീ എന്തിനാണ് വന്നത്? മറ്റേ ലഗ്യോൻ വിളിച്ച് ചോദിച്ചില്ലേ, കർത്താവേ സമയത്തിന് മുമ്പേ ഞങ്ങളെ നിന്ദിപ്പിക്കാൻ. അത്തി ചോദിച്ചെന്ന് വെച്ചോ, കർത്താവേ ഈ സീസൺ അല്ലാത്ത സമയത്ത് ഈ അത്തിയാകുന്ന എന്നെ അങ്ങ് നട്ടു, ശരിയാ, പക്ഷെ ഇത് സീസൺ അല്ല, അൺസീസണാ. അങ്ങ് ഈ അൺസീസണിൽ എന്തിനാണ് എൻ്റെ ഫലം തേടി വന്നത് എന്ന് ഒരുപക്ഷെ അത്തി ചോദിച്ചു കാണും അല്ലേ. യേശുവിന് നടുന്ന അത്തിക്ക് വ്യത്യാസമുണ്ട്. നീ സീസണിലും ഫലം കായ്ക്കണം, അൺസീസണിലും. സീസണിൽ മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മക്കൾ? നീ തീച്ചൂളയിലും ഫലം കായ്ക്കണം, നീ പ്രതികൂലത്തിലും ഫലം കായ്ക്കണം, നീ പ്രശ്നത്തിലും ഫലം കായ്ക്കണം. നീ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും കർത്താവിനെ വലിച്ചെറിഞ്ഞു പോകല്. നീ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും പ്രശ്നത്തിലും നിന്ദയിലും ദുഷിയിലും പരിഹാസത്തിലും ഒറ്റപ്പെടലിലും ഞരക്കത്തിലും തേങ്ങലിലും നീ തീർന്നു എന്ന് പറയുമ്പോഴും നീ തകർന്നു പോകല്. അവയുടെ നടുവിലും നീ ഫലം കായ്ച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിറഞ്ഞ് നിന്നിലുള്ള വെളിച്ചം ഇരുട്ടാകാതെ മറ്റുള്ളവർ കാണുവാൻ, നിന്നിലുള്ള വെളിച്ചം മറ്റുള്ളവർ കാണണം. പ്രശ്നത്തിന്റെ നടുവിൽ ഇരുട്ടായി നിൽക്കല്ലേ, പ്രതിസന്ധിയുടെ നടുവിൽ ഇരുട്ടായി നിൽക്കല്ലേ. പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ അടുക്കൽ വരുന്നവർ നിന്നിലൂടെ ആശ്വാസം കണ്ടെത്തി പോകണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? പ്രതികൂലത്തിന്റെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലുമാണ് ഫലമുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. വൃക്ഷത്തിന്റെ ഫലം എപ്പോഴുണ്ടെന്ന് നോക്കാൻ കർത്താവ് വരുന്ന എപ്പോഴാണ്? നമ്മൾ പറയുന്ന എപ്പോഴാണ്? എപ്പോഴും ഫലം കൊടുക്കുന്ന നമ്മൾ പറയുന്നത്, കർത്താവേ ഇത് സീസണല്ല, സീസണിൽ വന്നാൽ മതി. എപ്പോഴാണ് സീസൺ? ഫലം കൊടുക്കുന്ന സീസൺ എപ്പോഴാണ്? വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു, വീട് കിട്ടിയപ്പോൾ ഫലം കൊടുക്കാം. അടുത്ത കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു, കാറ് കിട്ടി, അപ്പോൾ ഫലം കൊടുക്കാം. ചിരിച്ച് സന്തോഷം, കർത്താവേ അങ്ങ് തന്നതുകൊണ്ട് സ്തോത്രം, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കേട്ടോ, കർത്താവ് ആയിരുന്നു അപ്പോഴൊന്നും വരത്തില്ല. പിന്നെ നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, ഒറ്റപ്പെട്ടു, പരാജയങ്ങളും പരാധീനതകളും പ്രശ്നങ്ങളും കിടക്കുമ്പോൾ ഒരാൾ 10 ചീത്ത ശാലിനി സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് ശാലിനിയിൽ ഫലം നോക്കാൻ വരും. മനസ്സിലായോ? അപ്പം തിരിച്ച് എന്നാ പിന്നെ എനിക്കും അറിയാടാ വിളിക്കാൻ. ഫലം നോക്കാൻ ആരെ നിൽക്കുക? യജമാനെ നട്ടിരിക്കുന്ന ആൾ നിൽക്കുകയാണ്. നീ എന്നെ 10 വിളിച്ചല്ലേ, എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഇതിനേക്കാളും നല്ല കൂടിയത് വിളിക്കാൻ. കണ്ടോ, ഫലം നോക്കിയുണ്ടോ? യേശുക്രിസ്തു ഫലം നോക്കാൻ വന്ന് നിൽക്കുക. അപ്പോഴാണ് ഇവിടെ പ്രസംഗവും കഴിഞ്ഞ് ഞാൻ അങ്ങ് പോകുമ്പോൾ ഒരാൾ റോഡിൽ വെച്ച് എന്നെ കണ്ടുവന്നിരിക്കട്ടെ, എന്നെ അവിടെ നിന്ന് വണ്ടിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, എന്നെ 10 ചീത്ത വിളിച്ചെന്നിരിക്കട്ടെ, ഞാൻ തിരിച്ച് 10 വിളിച്ചാൽ ഫലം അൺസീസണിൽ ഞാൻ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, എനിക്കിഷ്ടമല്ലാത്തത് എഴുതി അയാൾ ഒട്ടിച്ചപ്പോൾ, എനിക്കിഷ്ടമല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ, എൻ്റെ അൺസീസൺ, ആ സീസണിൽ എന്നിൽ വന്ന ഫലം എന്തോ. മനസ്സിലാകുന്നുണ്ടോ? ആ സമയത്ത് എനിക്ക് അയാളോട് ഇഷ്ടം വന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതിഷ്ടം? ക്രിസ്തു എന്നെ സ്നേഹിച്ച സ്നേഹം. ആ മനുഷ്യനോട് എന്നെ ഇത്രയും തെറി പറയും തോറും, എന്നെ മോശം വാക്കുകൾ പറയും തോറും, യേശു എന്നോടുള്ള സ്നേഹം, എന്നെ സ്നേഹിച്ച സ്നേഹം എൻ്റെ അകത്ത് ആ വ്യക്തിയോട് തോന്നുന്നെങ്കിൽ ഞാൻ പറയാം, ആ വ്യക്തിയുടെ അകത്ത് യേശു ഉണ്ട്, ആ വ്യക്തിയിൽ ഫലമുണ്ട്. നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്ക് അറിയത്തില്ല. ആ വ്യക്തിയിലാണ് ഫലമുള്ളത്, തിരിച്ചു പറഞ്ഞ വ്യക്തിയിലല്ല ഫലം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. നമുക്കെതിരെ പരാധീനതകൾ, അറിയാത്തത്, സകല തെറ്റുകളും മോശമായിട്ട് നമ്മളെ ചിത്രീകരിക്കുമ്പോൾ, നമ്മുടെ മനസ്സാക്ഷി അറിഞ്ഞ കാര്യങ്ങളായിരിക്കത്തില്ല ചിത്രീകരിക്കുമ്പോഴും അവിടെയും നമ്മളിൽ നിന്ന് വരുന്ന നമ്മുടെ അൺസീസണാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ അൺസീസണാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെടലുകൾ അൺസീസണാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് തോൽവികൾ അൺസീസണാണ്. എല്ലാവരും ഒറ്റപ്പെടുന്ന അവസ്ഥകൾ അൺസീസണാണ്. കടബാധയുടെ നടുവിൽ നിൽക്കുമ്പോൾ അൺസീസണാണ്. ബന്ധുക്കൾ, നാട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തി ഇറങ്ങുമെന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ അൺസീസണാണ്. ഈ അൺസീസൺ എന്താണ്? എന്ത് ഫലമാണ്? ജീസസ്, ഹല്ലേലൂയ, ആമേൻ. അന്നമ്മ മാവനെന്ന സഹോദരിയുടെ അൺസീസണിൽ എന്തായിരുന്നു ഫലം കായ്ച്ചത്? ഹല്ലേലൂയ. എന്തെന്നാ ഫലം കായ്ച്ചേ? അന്നമ്മ മാവനെന്ന സഹോദരിയെ സഹോദരങ്ങളും പപ്പയും അമ്മയും കൂടെ പുറത്താക്കിയില്ലേ? യേശുവിനെ ആരാധിച്ചുകൊണ്ട്, യേശുവിനോട് പ്രാർത്ഥിച്ച് രാത്രിയായപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് കേട്ടപ്പോൾ പുറത്താക്കിയപ്പോൾ എന്താ ആ സഹോദരിയുടെ തിരിച്ചു വന്ന എന്തെന്നാ? യാത്ര ചെയ്യും ഞാൻ കൃഷേ നോക്കി
ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരയ്ക്കും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരയ്ക്കും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമാ മഹത്വ നാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാനിൻ ആത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. ആ സഹോദരൻ അൺസീസണിൽ എന്താ കഴിച്ചേ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഫലം വന്നു. കണ്ടോ, നമ്മുടെ അൺസീസണിൽ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് യേശു നോക്കും. ഫലം യേശു തിരഞ്ഞു വരുന്നത് നമ്മുടെ സീസണിൽ വരത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ ഫലം നോക്കാൻ യേശു വരില്ല. പിന്നെ എപ്പോഴാണ് വരുന്നത്? ഫലം നോക്കാൻ എപ്പോഴാണ് വരുന്നത്? എല്ലാ സീസണും നമുക്ക് എതിരാകുമ്പോൾ, സാഹചര്യങ്ങൾ സാധ്യതകൾ എല്ലാം എതിരാകുമ്പോൾ, നമുക്ക് എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ, എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ട് അങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ യേശു വന്ന് നോക്കും, നിന്നിൽ ഫലമുണ്ടോ? ഈ അത്തിയുടെ അടുത്ത് വന്ന എന്തോ എപ്പോഴാ? സീസണിലല്ല, അൺസീസണിൽ. പക്ഷേ യേശു നോക്കി, അതിലെന്ത് മാത്രമേ ഉള്ളൂ? കർത്താവിന് ഭക്ഷിക്കാൻ അതിലൊന്നും കിട്ടിയില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, കർത്താവിന് ഭക്ഷിപ്പാൻ നമ്മളിൽ എന്തുണ്ട്? സ്തോത്രം. കർത്താവിനെ ഇഷ്ടപ്പെടാൻ, കർത്താവ് പ്രസാദിക്കാൻ, കർത്താവ് ആഗ്രഹിക്കാൻ. ശാന്തി, നിന്റെ പ്രസംഗം എനിക്ക് ഇഷ്ടമായി, നിന്റെ പാട്ട് എനിക്ക് ഇഷ്ടമായി, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് ഇഷ്ടമായി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരെ നോക്കി കർത്താവ് പറയും, മക്കളെ, നീ ഇന്ന് ഈ പള്ളിയിൽ വന്നു, നിന്റെ ആരാധന, നിന്റെ സ്തോത്രം, നിന്റെ സ്തുതി, നീ മഹത്വപ്പെടുത്തിയത്, നീ ഇന്ന് വന്നത്, നിന്റെ എല്ലാം എനിക്ക് പ്രിയമായി, എനിക്ക് ഇഷ്ടമായി എന്നെൻ്റെ ദൈവം പറയുന്ന വാക്കുകൾ എത്രയോ മഹത്തരമാണ്. എൻ്റെ ജീവിതം അങ്ങേക്ക് ഇഷ്ടമായാൽ, എൻ്റെ നോട്ടം അങ്ങേക്ക് ഇഷ്ടമായാൽ, എൻ്റെ നടപ്പ് അങ്ങേക്ക് ഇഷ്ടമായാൽ, എൻ്റെ സംസാരം അങ്ങേക്ക് ഇഷ്ടമായാൽ, എൻ്റെ പ്രസംഗം യേശുവിന് ഇഷ്ടമായാൽ, എൻ്റെ സീസണിലും അൺസീസണിലും എല്ലാ സീസണിലും ഒരുപോലെ ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞ് ഒന്ന് ഫലം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. സീസണിലും അൺസീസണിലും ഒരുപോലെ ഒന്ന് ഫലം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, പാപത്തെ ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ, ശത്രുവിനെ ഉടക്കാൻ കഴിഞ്ഞെങ്കിൽ, അവിടെയെല്ലാം ഒരു ജയജീവിതം നയിക്കാൻ കഴിഞ്ഞെങ്കിൽ, അവിടെയെല്ലാം ക്രിസ്തുവിനെ ഒന്ന് വെളിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ, ശത്രുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ചെകിട് തടിക്കുമ്പോൾ മറ്റു ചെകിട് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, അതെല്ലാം അൺസീസണാ. ഹല്ലേലൂയ. യേശുവിൻ്റെ അൺസീസൺ ഏതായിരുന്നു? ആമേ, ക്രൂശുമരണം നോക്കി. യേശുവിൻ്റെ നല്ല സീസണില്ല. എന്നാൽ അവിടെയും യേശുവിൽ നിന്ന് കൃപ ഒഴുകി, ശക്തി ഒഴുകി. ആ കൃപ ഇന്ന് നമ്മുടെ മേൽ പകരാൻ യേശു വന്നിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയേ, അത്തിയിലെടുക്കൽ ഫലം തേടി വന്നു. എന്താ കണ്ട? ഇലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. വായിച്ചേ മർക്കോസിന്റെ സുവിശേഷം. അവൻ അതിനോട് ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ, 12, 13, 14. പിറ്റന്നാൾ അവർ ബേഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവന് ഇലയുള്ളൊരു അത്തിവൃക്ഷം. അപ്പൊ എല്ലാ ദിവസവും യേശുവിന് എന്ത് ചെയ്യും? നമ്മളെ അടുത്ത് വരുമ്പോ വിശപ്പോടെ നമ്മുടെ അടുക്ക വരും. എന്തിൻ്റെ വിശപ്പ്? കർത്താവിന് അപ്പം ഇല്ലാത്തതുകൊണ്ടാണോ? പിന്നെ എന്തിൻ്റെ വിശപ്പിനാണ് നമ്മൾ അടുത്ത് വരുന്നത്? കർത്താവ് പറയുന്നത്, മക്കളെ, ഞാൻ നിന്നെ നട്ടിരിക്കുകയാണ്. നിന്നിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവം പുറത്തു വരുന്ന അത് കണ്ട് അത് ഭക്ഷിക്കാൻ, അത് സ്വീകരിക്കാൻ വിശപ്പോട് ആരോ നിൽക്കുക. ഹല്ലേലൂയ. ശമര്യ സ്ത്രീയുടെ അടുക്കൽ യേശു കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ തരാൻ പറഞ്ഞു. അല്ലേ? യേശുവിന് വെള്ളദാഹമായോണ്ട് പോയതാണോ? ഇല്ല. അവൾ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയുള്ളൊരു ദാഹം. നമ്മൾ യേശുവിനെ കാണണം. യഥാർത്ഥമായിട്ട് യേശു ആരാണെന്ന് ശമര്യ സ്ത്രീ അറിയണം. അതിനുള്ള ദാഹം ഇന്നും വിശപ്പോടെ ദാഹത്തോടെ നമ്മുടെ അടുക്കൽ ആരും നിൽക്കുകയാണ്? യേശു നിൽക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ സകല പാപത്തെ വലിച്ചെറിഞ്ഞ് ഒരു മാനസാന്തരപ്പെട്ട ഒരാളായി, നല്ല ഫലം കൊടുക്കുന്ന ഒരാളായി, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലായി, ക്രിസ്തു ആ വാസന മണക്കണം. ഏത്? നമ്മളിലുള്ള വാസന ആര് മണക്കണം? യേശു മണക്കണം.
ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വാസന, ജീവിതത്തിന്റെ വാസന, ആ വാസന യേശു ക്രിസ്തുവിന്റെ വാസന ആയിരിക്കണം. ഹല്ലേലൂയ. ആ വാസന ക്രിസ്തു യേശു മണക്കണം പ്രിയരെ. ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് നമ്മളെല്ലാം. കർത്താവ് യേശു ക്രിസ്തുവിനെ വായിക്കുന്ന പത്രങ്ങളായി ഞാനും നിങ്ങൾ മാറണം. നമ്മളെ വായിക്കുമ്പോൾ യേശുവിനെ വായിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. നമ്മളെ വായിക്കുമ്പോൾ കള്ളം പറയുന്ന ആളിനെ വായിക്കരുത്. അങ്ങനെ കോപിക്കുന്ന ആളിനെയല്ല വായിക്കേണ്ടത്, പിന്നെ പാപം ചെയ്യുന്ന ആളിനല്ല വായിക്കേണ്ടത്. യേശുവിൻ്റെ സ്വഭാവമുള്ളൊരു പിള്ള. കണ്ടോ വായന, കണ്ടോ? ഇതാ ബൈബിളിലുള്ള ആ സ്വഭാവമാണല്ലോ. കണ്ടോ വായന? നമ്മളെ വായിക്കേണ്ടത് പത്രങ്ങളായി യേശുവിനെ വായിക്കണം. അടുത്ത വാക്യം കൂടെ വായിച്ചേ പെട്ടെന്ന്. നമുക്ക് നിർത്താൻ സമയം. വായിച്ചേ. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. ഇലയുണ്ട്. നന്മകളെല്ലാം ഉണ്ട്. ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും നമുക്ക് ഉണ്ട്. എല്ലാ നന്മകളും നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരുന്നുണ്ടല്ലേ? എല്ലാ നന്മകളും ഉണ്ട്. നമുക്ക് ആഹാരത്തിന് ആഹാരമുണ്ട്, വസ്ത്രത്തിന് വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാം ദൈവം നമുക്ക് തന്നില്ലേ? തന്നു. പക്ഷേ ഇലയുണ്ട്, പക്ഷെ ഫലമില്ല. സ്തോത്രം. കർത്താവ് ഇല മാത്രം പോരാ, ജീവിതത്തിനകത്ത് ഫലവും കൂടെ എന്ത് ചെയ്യണം? വരണം. സ്വഭാവത്തിനകത്തൂടെ മാറ്റം, മാനസാന്തരം വരണം. മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കണം. മാനസാന്തരം തക്കതായ ഫലം വരണം. അടുത്ത വരി വായിച്ചേ. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അടുത്ത് അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും കണ്ടോ, എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ. കണ്ടോ, ഇനി ഒരിക്കലും നീ ഫലം വേണ്ട. കണ്ടോ, കർത്താവ് ഒറ്റ ശാപം. അടുത്തവർ വായിച്ച് എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. പിന്നീട് നോക്കിയപ്പോ ഉണ്ടല്ലോ, അത്തി എന്ത് ചെയ്തിരുന്നു? ഉണങ്ങി കഴിഞ്ഞിരുന്നു. ശിഷ്യന്മാർ നോക്കിയപ്പോ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അത്തി എന്ത് ചെയ്തു? പട്ടുപോയി. അതൊന്നുമില്ലാതെ പോയി. അർത്ഥം, നമുക്ക് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ പടേണ്ടത് പാടും, ശാസിക്കേണ്ടത് ഒറ്റ ശാസന ശാസിച്ച ഭൂതം എന്ത് ചെയ്യും? പോകും. പക്ഷെ നമ്മളൊന്നും കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല നമ്മളിന്ന് ആരാധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ കൃപ കൊണ്ടാണെന്ന് നേരത്തെ വായിച്ച വാക്യത്തിൽ മനസ്സിലാകുന്നു. കർത്താവിന് ശാസിക്കാൻ അറിയാം. കർത്താവ് നിന്നിൽ ഫലം കായ്ക്കാതെ പോട്ടെ എന്ന് പറഞ്ഞാൽ കത്തിക്കാനും അറിയാം. പക്ഷെ നമ്മളെ കത്തിക്കാതെ ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ മനസ്സലിവാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, നമ്മളോടുള്ള ക്രിസ്തുവിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളോട് കർത്താവിനുള്ള ഇഷ്ടമാണ് നമ്മളെ കത്തിക്കാത്തത്. യേശുപ്പച്ചൻ പിതാവ് പറഞ്ഞു, മക്കളെ നീ അതിനെ കത്തിച്ചുകളാ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞ? ലൂക്കോസ് 12:13 ഒന്നുകൂടെ വായിച്ചേ. 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അവൻ ഈ ഉപമയം പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. കണ്ടില്ല താനും. എന്ത് ഫലമാണ് വന്നത്? എന്ത് ഫലം തിരഞ്ഞാണ് വന്നത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫലം എന്താ? അത്തിക്കല്ല വന്നത്. പിന്നെ നമ്മളിലൂടെ വരേണ്ട ഫലം എന്താ? ക്രിസ്തു യേശുവിന്റെ സ്വഭാവം. അടുത്ത വരി. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. എത്ര വർഷം കൊണ്ട് വരുന്നു? നല്ല ഇലയായിട്ട് നിൽക്കുക. എത്ര വർഷം കൊണ്ട് വരുന്നു? 3 വർഷം കൊണ്ട് പള്ളിക്കകത്താണ്, ആരാധനയ്ക്കകത്താണ്. ഒറ്റ ഫലവും യേശുപ്പൻ്റെ ഫലം ഒന്നുമില്ല. പാട്ടുണ്ട്, ആരാധനയുണ്ട്, കയ്യോടിയുണ്ട്, സ്വഭാവത്തിനകത്ത് മാറ്റം ഉണ്ടെന്നിട്ട് ഒറ്റ മാറ്റവും ഇല്ല. കണ്ടോ, 3 വർഷം കൊണ്ട് ഫലം തിരഞ്ഞു വരുന്നു. അടുത്ത വരി. ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അടുത്ത വരി. അതിന് അവൻ, കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം. ഈ മധ്യസ്ഥതയാണ് നമ്മൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ മധ്യസ്ഥത. ഹല്ലേലൂയ. ആരുടെ? യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുപ്പം പറയും, പിതാവേ വെട്ടിക്കളയേണ്ട എൻ്റെ കൈ കണ്ടോ, എൻ്റെ തല കണ്ടോ, എൻ്റെ കാല് കണ്ടോ, അത് അവൾക്ക് വേണ്ടി ഞാൻ ഏറ്റതാണ്. അവൾ മടങ്ങി വരും. അവൾ വചനം കേൾക്കുമ്പോൾ മടങ്ങി വരും. അവൻ മടങ്ങി വരും. ഈ പാപം വിട്ടു തിരിയും. അവൾ ഇനി രക്ഷപ്പെട്ടോളും. ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങി എൻ്റെ മുത്തായത് ഇത് മടങ്ങി വന്നോളും. ഇല്ല കർത്താവേ, ഞാൻ അപ്പം കൊടുക്കാം, ഞാൻ കനലിൽ ചുട്ട മീൻ കൊടുക്കാം, ഞാൻ മടക്കി കൊണ്ടുവരാം. പത്രോസ് എല്ലാം ഇട്ടിട്ട് പോയില്ലേ? വള്ളവും വല എടുത്തിട്ട് പോയില്ലേ? ആ യേശുവിനെ വിട്ടിട്ട് ഓടിയില്ലേ? 3 വട്ടം തള്ളി പറഞ്ഞ് ഓടിയില്ലേ? എന്നാലും ആ വെള്ളത്തിനകത്ത് അവൻ താണ് കിടക്കുമ്പോഴും ഞാൻ അവനെ ബലപ്പെടുത്താൻ തക്കതായ അപ്പവും അടയും ചുട്ട് ഞാൻ കാത്തു നിൽക്കാം. പിതാവേ വെട്ടിക്കളയണ്ട, ഞാൻ കാത്തു നിൽക്കാം. അപ്പം കൊടുക്കാം, അട കൊടുക്കാം, ബലപ്പെടുത്താം. അവന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കാം. അവൻ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കാം. തിബരിയാസിന്റെ കടൽക്കരയിൽ ഇറങ്ങി നിന്ന യേശു ഇന്ന് ഈ ആലയത്തിനകത്ത് നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, ദൈവത്തിന്റെ കൃപയാൽ എന്റെ ദൈവം വന്നിരിക്കുമ്പോൾ, പൈതലേ നീ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ വള്ളവും
വലയുമെടുത്ത് നീ ആഴത്തിലേക്ക് താണുപോയെങ്കിൽ ഇന്ന് പകൽക്കാലം അപ്പവും അടയിൽ നിന്ന് നിന്നെ മടക്കിയെടുത്ത് കരിക്കട്ടെ മാറ്റി ഒരു കനലാക്കുന്ന യേശു ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ കനലാക്കാൻ, കഴിഞ്ഞ നാളുകൾ വന്നുപോയി എല്ലാം ക്ഷമിക്കാൻ, ആ രക്തം കൊണ്ട് കഴുകാൻ, മനസ്സാന്തരം തരാൻ, പുതിയ ആളാക്കി മാറ്റാൻ, വിശുദ്ധിയെ ധരിപ്പിക്കാൻ, ഒരു മണവാട്ടി സഭയാക്കി മാറ്റാൻ, ക്രിസ്തുവിനൊത്ത മണവാട്ടിയാക്കി മാറ്റുക കഴിവുള്ള യേശു ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. എവിടെയെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് നീ ആഴത്തിൽ താണുപോയോ അവിടെ നിന്നെല്ലാം കൈക്ക് പിടിച്ച് പൊക്കി എടുത്ത് ഓ ജീസസ് 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 ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ അണയ്ക്കാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. 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 എൻ്റെ യേശപ്പച്ചൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ദൈവം പൊക്കി എടുക്കാൻ വന്നിട്ടുണ്ട്. ആമേൻ. പത്രോസിനെ കർത്താവ് കനലിൽ ചുട്ട മീനുമായി അപ്പവുമായി കാത്തുനിന്നില്ലേ? പത്രോസ് മീൻ പിടിച്ചോണ്ടിരിക്കുക, ഒറ്റ മീനും കിട്ടിയില്ലല്ലേ? ഹല്ലേലൂയ. എന്നാൽ യേശു വിളിച്ചു ചോദിച്ചു, മക്കളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? യേശു കാത്ത് നിൽക്കുകയാണ്. പത്രോസ് കുറച്ചുകൂടെ വെള്ളത്തിലേക്ക് ആഴത്തിൽ പോയില്ലേ? സ്വത്രം തിരിച്ച് കരകയറിയപ്പോൾ യേശു ചോദിച്ചു, പത്രോസേ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ? പിന്നെ അവനൊരു സ്പർശനം, അവനൊരു തൊടല്, അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ചു. അവന് പിന്നെ യേശുവിനെ വിട്ടുമാറാൻ പറ്റാത്ത നിലവാരത്തിൽ ശക്തിയാൽ പത്രോസിനെ നിറച്ച് യേശുവിൽ നിന്ന് അകലാൻ പറ്റാത്ത ഒരുത്തനാക്കി അവസാനം വരെ നിർത്തിയ ദൈവം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സകല കെട്ടുകളെ പൊട്ടിച്ച് എവിടെയെല്ലാം വീണുപോയ സാഹചര്യത്തിൽ നിന്ന് പൊട്ടിച്ച് നിന്റെ ശക്തിയോടെ പുറത്തെടുത്ത് മുഖങ്ങളെ ഉടക്കുന്ന യേശു, ബന്ധനങ്ങളെ കത്തിക്കുന്ന യേശു ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. തകർന്ന അവസ്ഥകള് പൊട്ടിച്ചു മാറ്റി ആത്മാവിന്റെ ശക്തിയാൽ നിറച്ച് സന്തോഷത്തോടെ അയക്കാൻ കഴിവുള്ള യേശു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പൊ കർത്താവേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ഒന്നുകൂടെ വായിച്ചേ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഒന്നുകൂടെ വായിച്ചേ. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. കളച്ചോണ്ടിരിക്കുക, വളം ഇട്ടോണ്ടിരിക്കുക സഹോദരങ്ങളെ. ഹല്ലേലൂയ. വളം ഇടുവോളം. അടുത്ത് ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഈ ആണ്ടും കൂടെ കണ്ട, ഒരാണ്ടും കൂടെ ഇതുവരെ വന്നത് പോയതും എല്ലാം പോട്ടെന്ന് അപ്പച്ചൻ പറയുന്നത്. ഇനി ചില ദിവസം കൂടെ ദൈവം നമ്മളെ നോക്കാൻ പോകുകയാ. എങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവം വരുന്നോ നമ്മൾ നോക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം തിരിക്കുന്ന പൈതലെ നീ ഒന്ന് വിട്ടുകൊടുക്കും. അപ്പച്ചന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തിട്ട് പറ, അപ്പാ, ഞാനിതാ മടങ്ങി വരുന്നു, സ്വഭാവത്തോടെ മടങ്ങി വരുന്നു. അപ്പന്റെ ഇളയ മകൻ പോയെങ്കിലും മടങ്ങി വന്നപ്പോ സകലതും മടക്കി കൊടുത്ത ദൈവമേ, ഞാനിതാ മടങ്ങി വരുന്നു. എന്റെ പേരൊരു പുത്തൻ അഭിഷേകം തന്ന്, പുത്തൻ കൃപ തന്ന് എന്നെ കൂടെ ഒന്ന് ശക്തീകരിക്കണമേ. ഞാനിതാ മടങ്ങി വരുന്നു അപ്പാ. അപ്പന്റെ അടുക്കലേക്ക് ഞാനിതാ മടങ്ങി വരുന്നു, സുബോധമോടെ മടങ്ങി വരുന്നു അപ്പാ. തിരുസന്നിധിയിലേക്ക് അണഞ്ഞു വരുന്ന കർത്താവേ, അപ്പച്ച എന്നെ ഒരു പുത്തൻ പാത്രമാക്കി മെനഞ്ഞെടുക്കണമേ. പത്രോസിനെ മടക്കിയെടുത്ത് ഒരു കനലാക്കി മാറ്റിയ ദൈവമേ, ഇന്ന് ഞാൻ കർത്താവേ, എത്രയോ കാലം കൊണ്ട് അങ്ങ് കിളച്ച് വളമിട്ടിട്ടും അങ്ങ് വചനം തന്നിട്ടും അങ്ങ് കർത്താവെ സത്യസുവിശേഷം തന്നിട്ടും എൻ്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിനകത്ത് ഒരു മാറ്റം വരുന്നില്ലല്ലോ. കോപത്തിന് ഒരു മാറ്റം വരുന്നില്ലല്ലോ. പകയ്ക്ക് ഒരു മാറ്റം വരുന്നില്ലല്ലോ. പിണക്കത്തിന് ഒരു മാറ്റം വരുന്നില്ലല്ലോ. യേശുപ്പച്ച, ഒന്നും എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ഒരു മാറ്റം വരുന്നില്ലല്ലോ. ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ വരുന്നില്ലല്ലോ. എൻ്റെ കർത്താവ് ഇതാ ആ കുശവനാകുന്ന യേശുവിന്റെ കരത്തിൽ എന്നെ ഞാനിത് ഏൽപ്പിക്കുന്നു. എന്നെ ഒന്ന് പണിയണമേ. ഇന്ന് പകൽക്കാലം പണിയണമേ. എന്നെ ഒരു പുത്തൻ പാത്രമാക്കി മാറ്റണമേ. അങ്ങേക്കായി ജീവിക്കുവാൻ എനിക്ക് ഇഷ്ടമാണപ്പാ. അങ്ങയുടെ ശക്തിയെ പകരണമേ. ഇനി എനിക്ക് ആ പാവ വഴി വേണ്ട എന്ന് ഉപേക്ഷിക്കുമ്പോൾ സ്വർഗം ഇന്ന് പകൽക്കാലം നിങ്ങളെ തൊട്ട് നിങ്ങളെ വിടുവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം, നിങ്ങളുടെ ജീവിതത്തിൽ അതിശയം, നിങ്ങളുടെ ജീവിതത്തിൽ അടയാളം, നിങ്ങളുടെ ജീവിതത്തിൽ വീര്യപ്രവൃത്തി ചെയ്യുക ഈ ദൈവം മതിയായ ദൈവമത്രേ. ഹല്ലേലൂയ. അതിശയം ചെയ്യും. ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. കാഴ്ചയെങ്കിലോ ഇല്ല എങ്കിൽ മുറിച്ചു കളയാം, വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. മതി. ഹല്ലേലൂയ. പള്ളിക്കകത്ത് അടുത്ത വാക്യം നമ്മൾ നേരത്തെ വായിച്ചത്